ഭാവിക്ക് വേണ്ടി, ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഞാനും ലതയും പല തവണ പറഞ്ഞതല്ലേ ഞങ്ങൾക്കൊന്നും വേണ്ടെന്ന്. എന്നിട്ടും ആളും അധികാരവും ഒരുക്കാൻ ആർത്തിയോടെ എല്ലാം വെട്ടിപ്പിടിക്കായിരുന്നില്ലേ? അതിന് സ്വീകരിച്ച് വഴിയോ? വഴിവിട്ട് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. നിങ്ങളുടെ ഭാര്യ പകലുകൾ യാത്രയാക്കിയതും അധികാരത്തിന്റെ അകത്തലങ്ങളിൽ പെണ്ണും അർത്ഥവും നൽകി അറിഞ്ഞാടുന്നതും ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പണം മാത്രമല്ലടാ ഒരു ബിസിനസിന്റെ മൂലധനം. അതിൽ ചില സൗന്ദര്യ വസ്തുക്കളും പെടും. അങ്ങനെയാണടാ ഒരു ബിസിനസ്സുകാരൻ അവന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത്. നിങ്ങളുടെ സാമ്രാജ്യം തകർന്നു വീഴാൻ പോകുന്നു. ഇത് കണ്ടോ? മേരി അവളുടെ സ്വന്തം കൈപ്പടയിൽ അവരുടെ കളിക്കൂട്ടുകാരി നമ്മുടെ ലതമോൾക്ക് എഴുതിയ കത്താണിത്. നിങ്ങളുടെ രാഷ്ട്രീയ ചെന്നായ്ക്കൽ പിച്ച് ചീന്തിയ അവളുടെ ശരീരത്തിൽ ബാക്കിയുണ്ടായിരുന്ന ജീവന്റെ തുടിപ്പ് അവൾ ഗസ്റ്റ് ഹൗസിലെ ഫാനിൽ അവസാനിപ്പിച്ചത്. സ്നേഹം നിറഞ്ഞ ലതയ്ക്ക് നിന്നോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. നിന്റെ നിർബന്ധം കൊണ്ട് എനിക്ക് ജോലി കിട്ടിയതിൽ ആദ്യം നന്ദി അറിയിക്കട്ടെ. പക്ഷെ ആ ജോലി എൻ്റെ ജീവൻ തകർക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നീയും. സംഭവിച്ചതാണ്. നിന്റെ അച്ഛൻ എന്നെ ചതിക്കുകയായിരുന്നു. അയാളുടെ ബിസിനസ് നേട്ടങ്ങൾക്ക് വേണ്ടി എന്നെ പലർക്കും കാഴ്ചവെച്ചു. രക്ഷപ്പെടാനാവാതെ ജീവശവമായി 1 മാസത്തോളം ഏതോ അജ്ഞാത സങ്കേതത്തിലായിരുന്നു ഞാൻ. പിന്നെ എങ്ങനെയോ രക്ഷപ്പെട്ടു. ഒരു പക്ഷെ ഈ കത്തെഴുതാൻ വേണ്ടിയായിരുന്നു. ഇതെന്റെ അപ്പനും അമ്മയും അറിഞ്ഞാൽ അവർ ചങ്ക് പൊട്ടി ചത്തുപോകും. അത് കാണാൻ ഞാൻ നിൽക്കുന്നില്ല. നീ ഈ കത്ത് വായിക്കുമ്പോഴേക്കും ബാക്കിയുള്ള എൻ്റെ ജീവൻ ഈ സീലിംഗ് ഫാനിൽ അവസാനിച്ചിരിക്കും. എന്റെ പൊന്നു മോളെ, കുഞ്ഞെ, ഞാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം മണിയമ്പിള്ള സാറ് പറഞ്ഞിട്ടാ. നിർത്തണം. അധികാരത്തിന്റെ വാലാട്ടി പട്ടിയായി നടന്ന് കിട്ടുന്ന എല്ലാം കർഷം കടിച്ചു പിടിച്ച് നടന്ന താൻ ജീവന്റെ വില എന്തെന്ന് എനിക്കറിയില്ല. ബന്ധങ്ങളുടെ വില എന്തെന്ന് എനിക്കറിയില്ല. കുഞ്ഞു പറഞ്ഞത് ശരിയാണ്. ബന്ധങ്ങളുടെ വില അന്വേഷിച്ച് ഈ ഭാസ്കരൻ ഇതേവരെ നടന്നിട്ടില്ല കുഞ്ഞെ. ഉണ്ടായിരുന്നെങ്കിൽ ഈ കുടുംബത്തിൽ നിന്നും ഓരോഹരി ഞാനും വാങ്ങുമായിരുന്നു. സ്വത്തും പണവും അതിലായിരുന്നല്ലോ നിങ്ങൾക്കെന്ന് ആർത്തി. അല്ല കുഞ്ഞെ, അല്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അല്ലെങ്കിൽ എന്തിനു പറയാതിരിക്കണം? എന്റെ കുടുംബം നശിപ്പിച്ചത് കുഞ്ഞിന്റെ അച്ഛനാ. സരള കൊച്ചമ്മ വരുന്നതിന് മുമ്പ് ആ സ്ഥാനം അലങ്കരിച്ചിരുന്നത് എന്റെ ഭാര്യ പൊന്നമ്മയായിരുന്നു. എല്ലാം അറിയാമായിരുന്നിട്ടും എതിർക്കാനാവാതെ കുഞ്ഞ് പറഞ്ഞതുപോലെ എല്ലിൻ കൃഷ്ണൻ കിട്ടിയ കൊടിച്ചിപ്പട്ടിയെ പോലെ ഞാനിവിടെ വാലാട്ടി കഴിയായിരുന്നു. അധികാരത്തിന്റെ മേലാളന്മാരെ പേടിച്ചിട്ടാ. ഭാസ്കര, ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഭാസ്കര. ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല കുഞ്ഞ്. അറിയിച്ചിട്ട് എന്ത് കാര്യം? എനിക്ക് എതിർക്കാനുള്ള ശക്തിയില്ലല്ലോ. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ എതിർക്കാൻ ശക്തിയുള്ള ഒരുവൻ വരും. എല്ലാത്തിനെയും കൊല്ലും. എന്തായാലും നീ ആരെയും അന്വേഷിക്കുന്നത്? നീയും കൂടെ കൂട്ടുനിന്നാണോ ഇതെല്ലാം ചെയ്യുന്നത്? കൂട്ടുനിന്നോ? എന്നെ നിനക്ക് ചെറുപ്പം മുതൽ അറിയാവുന്നല്ലോ. എന്റെ മേരിയെ എല്ലാരും ചേർത്ത് നശിപ്പിച്ചില്ലേ? സമാധാനിക്ക്.
കൊന്നവരാരാണെങ്കിലും നമുക്ക് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാം. ഇല്ല, ഒരു നിയമത്തിന് ഞാനവനെ വിട്ടുകൊടുക്കില്ല. വേണ്ട, ഇനിയും അക്രമങ്ങൾ വരുത്തണ്ട. നമുക്ക് പോലീസിൽ അറിയിക്കാം. ജയ, നിന്റെ പെങ്ങൾ ലതയ്ക്കാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ നീ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിയുമായിരുന്നു. എന്റെ എല്ലാമായിരുന്നു മേരി. എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു ഞങ്ങൾക്ക്. പതിവ് പോലെ മേരിയുടെ വീട്ടിലേക്ക് പോയ എന്നെ കാത്ത് വഴിയരികിൽ പൈലിച്ചായ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് പൈലിച്ചായ ചങ്ക് പൊട്ടി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോ ഞങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തകർത്തവനെ കൊല്ലണ്ടേ? കൊല്ലും. എപ്പ കിട്ടിയാലും കൊല്ലും. എപ്പ കിട്ടിയാലും കൊല്ലും. രക്തമൊഴുകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്ത് ലാഘവത്തോടെയാണ് കുഞ്ഞ് സംസാരിക്കുന്നത്? സ്വാർത്ഥ ലാഭത്തിനായി ഒരാൾ എത്ര ആളുകളുടെ ജീവിതങ്ങളാ തകർത്തത്. കുഞ്ഞെ, ഭാസ്കരൻ മുൻപ് പറഞ്ഞില്ലേ ധൈര്യമുള്ള ഒരാൾ വരുമെന്ന്. റോഹിച്ചനെ തടയണ്ട. റോഹിച്ചൻ ഇരയിടേണ്ടത് അയാൾക്കറിയാം. ജയ, എനിക്കധികം ദൂരം പോകേണ്ടി വന്നില്ല. എന്റെ കത്തിമുനയിലേക്ക് അവൻ താനെ നടന്നെടുക്കുകയായിരുന്നു. ഒറ്റ കുത്തിനോ വീണു. മേരിയുടെ മുഖം മനസ്സിലേക്ക് വന്നപ്പോ പല തവണ നീ ജയ, എനിക്കൊരു കുറ്റബോധവുമില്ല. എങ്കിലും നീ എനിക്ക് തോന്നുമ്പോ വരാൻ പറ്റുന്ന സ്ഥലത്തല്ലല്ലോ അമ്മച്ചി ഞാൻ. നിനക്ക് ഞങ്ങളെ വിളിച്ച് കാര്യങ്ങൾ പറയാമായിരുന്നില്ലേ? അമ്മച്ചി എന്തിനാ പേടിക്കുന്നത്? ഞാനിങ്ങ് വന്നില്ലേ. നീ നിന്റെ അപ്പന്റെ കാര്യം മറന്നോ? അങ്ങേര് ഇപ്പോഴും നിന്നെ അന്വേഷിച്ച് പോയിരിക്ക. അപ്പച്ചൻ വരട്ടെ, നല്ല അടി കിട്ടും. അത്രയ്ക്കും തീയ അപ്പന്റെ അമ്മയുടെ ചങ്കില്. അമ്മച്ചി, അപ്പച്ചൻ വരട്ടെ, എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോട്ടെ. പക്ഷേ ആ സ്നേഹത്തിനോട് ലേക്കാൻ ഇനി എനിക്കാവില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്റെ ചങ്ക് പൊട്ടും അമ്മച്ചി. എന്റെ കുട്ടിക്ക് എന്തോ പേടി സംഭവിച്ചിട്ടുണ്ട്. അപ്പച്ചി അമ്മച്ചി എന്നെ നിങ്ങൾ എത്രയറിയാം. എന്നാ അപ്പച്ചി അമ്മച്ചി എന്റെ അരിയിലേക്ക് എത്തുന്നത്. ഞങ്ങൾ വന്നില്ലെങ്കിൽ എന്താ, മോളെങ്ങോ വന്നില്ലേ? ഞാനെന്റെ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ നിങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല. നിങ്ങൾക്കായി അവിടെ ഒരു സ്വർഗം തന്നെ ഞാൻ തീർത്തിട്ടുള്ളൂ. എന്നാ എന്റെ സ്വർഗത്തിലേക്ക് വരുന്നത്? നരകത്തിലായാലും സ്വർഗത്തിലായാലും ഞങ്ങളുടെ മോള് വിളിക്കുന്നിടത്തേക്ക് ഞങ്ങൾ വരാതിരിക്കോ? അമ്മച്ചി അപ്പച്ചനും ഇല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് പേടിയാ. എനിക്ക് പേടിയാ. ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. ചുറ്റും കഴുകന്മാരും. തക്കം കെട്ടിയാൽ കൊത്തിക്കൊണ്ട് അങ്ങ് ദൂരേക്ക് പറക്കാൻ ഇരയുടെ മേൽ കണ്ണും തട്ടിരിക്കുന്നവർ. എന്റെ കുട്ടിക്ക് എന്തോ പേടി സംഭവിച്ചിട്ടുണ്ട്. എന്റെ മോളെന്തിനാ പേടിക്കുന്നത്? അമ്മച്ചിയില്ലേ, അപ്പച്ചനില്ലേ? പേടിക്കണ്ടോ? എന്റെ മോൾക്ക് നല്ല ക്ഷീണമുണ്ട്. അമ്മച്ചി ചോറെടുക്കും.
മോളെ അന്വേഷിച്ച് പോയാൽ ഇങ്ങ് എത്തിയോ? അവളെ അന്വേഷിച്ച് ഇനി ഒന്നും പോവണ്ട. അവൾ ഇവിടെ വന്നിട്ടുണ്ട്. മോളെ മോളെ നിന്റെ കുറുമ്പിത്തിന് കൂടുന്നുണ്ട്. നിന്റെ അപ്പൻ ഉണക്ക സുരേഷ് ഗോപി വന്നിരിക്കുന്നു. എന്താ എന്താ എന്ത് പറ്റിയടി ചിന്നമ്മ നിനക്ക്? നമ്മുടെ മോള് വന്നിട്ടുണ്ട്. ഞാൻ ചോറെടുക്കാൻ പോയപ്പോഴേക്കും അവളെങ്ങോട്ട് പോയി? ഒക്കെ നിന്റെ തോന്നല. അവളെ എന്റെ ചായ ഞാൻ അവൾക്ക് ഒരു മുത്തം കൊടുത്തതാ. പിന്നെ അവൾ അങ്ങോട്ട് പോയി. അവളെ പറഞ്ഞു വിട്ടു. ആരെ? മണിയും വെള്ള മുതലാളി. എന്തിന്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അതേടി, ജോലിക്കാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയ നമ്മുടെ മോളെ അയാള് പലർക്കായിട്ട് കാഴ്ചവെച്ചു. മാനം നഷ്ടപ്പെട്ട് നമ്മുടെ പൊന്നു മോള് ആത്മഹത്യ ചെയ്തു. എങ്ങനെ തിരിച്ചു വരും? എങ്ങനെ നിനക്ക് ഉമ്മ തരും? ഇല്ല ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഇച്ചായി നുണ പറയുകയാണ്. നമ്മുടെ പൊന്നു മോളെ കുറിച്ച് ഞാൻ എന്തിനാണ് ഇന്നോട് പറയണത്? നമ്മുടെ പൊന്നുമോളില്ലാത്ത ലോകത്ത്, നമ്മുടെ പൊന്നുമോളില്ലാത്ത ലോകത്ത് നമുക്കിനി ജീവിക്കണോ? നമുക്കിനി ജീവിക്കണോ? Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Dashing through the snow in a one-horse open sleigh. Over the fields we go, laughing all the way. ചിന്നമ്മച്ചി, ചിന്നമ്മച്ചി, അയ്യോ നാട്ടുകാരെ ഓടിവാ, പൈലിച്ചായ ചിന്നമ്മച്ചി, പൈലിച്ചായ ചിന്നമ്മച്ചി.
ആർഷഭാരത സംസ്കാരം നമ്മെ ചൊല്ലിപ്പഠിപ്പിച്ചത് അതാണെങ്കിലും ഇരുളിന്റെ മറപറ്റി ചില മനുഷ്യക്കോലങ്ങൾ അവളുടെ മാംസത്തിന്റെ രഥം ഊറ്റിക്കുടിക്കുന്നു. സ്ത്രീയെ കശാപ്പുകാരന്റെ കണ്ണിലൂടെ വിലയിടുന്ന ഇവർക്കെതിരെ ഇതുപോലെ മതിയോ അതോ പോരാടണോ? നിങ്ങൾക്ക് തീരുമാനിക്കാം.